ഹലോ കുട്ടികളെ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ക്ലാസ് 9ലെ സെക്കൻഡ് ചാപ്റ്റർ പുതിയ സംഖ്യകൾ അഥവാ ന്യൂ നമ്പേഴ്സ് ടെക്സ്റ്റ് ബുക്ക് എക്സസൈസുകളുടെ ഡിസ്കഷനാണ്. വീഡിയോയിലേക്ക് പോകാം. We have seen in class 8 that any odd number can be written as the difference of two perfect squares. Use this to draw squares of area 7 square centimeters and 11 square centimeters. What are the length of the sides of these squares? ഒറ്റ സംഖ്യയും രണ്ട് പൂർണ്ണവർഗ്ഗങ്ങളുടെ വ്യത്യാസമായി എഴുതാമെന്ന് 8ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ഇതുപയോഗിച്ച് 7 ചതുരശ്ര മീറ്റർ, 11 ചതുരശ്ര മീറ്റർ എന്നീ പരപ്പളവുകളുടെ സമചതുരങ്ങൾ വരയ്ക്കുക. അവയുടെ വശങ്ങളുടെ നീളം എന്തൊക്കെയാണ്? ഓഡ് നമ്പേഴ്സിനെ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആക്കി എഴുതാൻ സാധിക്കുമെന്നാണ്. അതായത് 2 സ്ക്വയർ മൈനസ് 1 സ്ക്വയർ ചെയ്ത് നോക്കിക്കേ. 2 സ്ക്വയർ 4, 1 സ്ക്വയർ 1, 4 മൈനസ് 1 എത്രയാണ്? 3 ഒരു ഓഡ് നമ്പറാണ്. അതുപോലെ 3 സ്ക്വയർ മൈനസ് 2 സ്ക്വയർ ചെയ്യുമ്പോൾ 3യുടെ സ്ക്വയർ 9, 2ൻ്റെ സ്ക്വയർ 4, 9 മൈനസ് 4 എത്രയാണ്? 5 ആണ്. അതുപോലെ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ ചെയ്യുമ്പോൾ 16 മൈനസ് 9 എത്ര കിട്ടുന്നു? 7 കിട്ടുന്നു. ഇവിടെയൊക്കെ നോക്കിയാൽ നമുക്കറിയാം, ഇവിടെ 2 ആണെങ്കിൽ ഇവിടെ 1 ആണ്. അതായത് 2ന്ന് 1 കുറയ്ക്കുന്നതാണ് 1. ഇപ്പോൾ 3 ആണെങ്കിൽ ഇവിടെ 2 ആണ്. 3ന്ന് 1 മൈനസ് ചെയ്യുന്നതാണ് 2. ഇവിടെ 4 ആണെങ്കിൽ ഇവിടെ 3 ആയിരിക്കും. 4ന്ന് 1 മൈനസ് ചെയ്യുന്നതാണ്. അതുപോലെ ഇവിടെ കിട്ടുന്ന ആൻസർ ആ ഓഡ് നമ്പർ എന്താണ്? 2 + 1 ആയിരിക്കും 3. 3 + 2 ആണ് 5. 4 + 3 ആണ് 7. അപ്പോൾ അതിൻ്റെ ജനറൽ ഫോം എങ്ങനെയായിരിക്കും? ഇവിടെ നമ്മൾ നമ്പർ n എന്ന് എടുക്കുകയാണെങ്കിൽ n സ്ക്വയർ മൈനസ് എന്നിന്ന് 1 മൈനസ് ചെയ്ത് എത്രയാണ്? n മൈനസ് 1ൻ്റെ സ്ക്വയർ ആയിരിക്കും അല്ലേ? ഈക്വൽ ടു ഈ n-ഉം n മൈനസ് 1ഉം ആഡ് ചെയ്തേ n പ്ലസ് n മൈനസ് 1, n-ഉം n-ഉം കൂടി കൂട്ടി 2n മൈനസ് 1. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടുന്നത് എന്തായിരിക്കും? 2n മൈനസ് 1 ആയിരിക്കും. ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ 7 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സും 11 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സും സൈഡ് ഏരിയയുള്ള സ്ക്വയറുകൾ വരയ്ക്കാനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത്. നമുക്കറിയാമല്ലോ, സ്ക്വയറിൻ്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഏരിയ ഈക്വൽസ് സൈഡ് സ്ക്വയർ അല്ലേ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ വരയ്ക്കേണ്ടത് ഏരിയ എത്രയാവുന്നതാണ്? 7 സെൻറ്റിമീറ്റർ സ്ക്വയർ. അതായത് 7 ഈക്വൽസ് സൈഡ് സ്ക്വയർ ആണ്. അതായത് ഒരു സൈഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? √7. സൈഡ് സ്ക്വയർ 7 ആണെങ്കിൽ സൈഡ് എത്രയായിരിക്കും? √7 സെൻറ്റിമീറ്റർ ആയിരിക്കും അല്ലേ? ഇപ്പോൾ √7 ഒരു സൈഡ് √7 സെൻറ്റിമീറ്റർ ഉള്ള സ്ക്വയർ ആണ് വരയ്ക്കേണ്ടത്. ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്താൽ റൈറ്റ് ട്രയാങ്കിളിന് 3 സൈഡ്സ് ഉണ്ട്. ഇത് ബേസ് ആണ്, ഇതതിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ്, ഇതതിൻ്റെ ഹൈപ്പോട്ടന്യൂസ്. അപ്പോൾ 3 സൈഡുകളുണ്ട്. അപ്പോൾ ഈ 3 സൈഡുകളും തമ്മിൽ കണക്ട് ചെയ്യുന്നൊരു റിലേഷൻ ഉണ്ടല്ലോ. എന്താണ്? ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നതാണ് ഏറ്റവും നീളം കൂടിയ വശം എന്ന് പറയുന്നത് ഒരു റൈറ്റ് ട്രയാങ്കിളിൻ്റെ. ബാക്കി രണ്ടും ചെറിയ സൈഡുകളാണ്. ഇപ്പോൾ ഹൈപ്പോട്ടന്യൂസ് ആണ് കണ്ടുപിടിക്കുന്നതെങ്കിൽ മറ്റ് 2 ചെറിയ വശങ്ങളും കൂടെ സ്ക്വയർ എടുത്ത് കൂട്ടിയാലാണ് നമുക്ക് ഹൈപ്പോട്ടന്യൂസ് കിട്ടുന്നത്. അതുപോലെ ബേസോ ഓൾട്ടിറ്റ്യൂഡോ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ സ്ക്വയറുകൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യുക? ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് മറ്റൊരു ചെറിയ വശം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫോർമുല ഇങ്ങനെയാണ്. ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് ബേസിൻ്റെ സ്ക്വയർ പ്ലസ് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ്. ഇനി അഥവാ ബേസ് സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അല്ലെങ്കിൽ ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിലോ ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയറിൽ നിന്ന് ബേസിൻ്റെ സ്ക്വയർ മൈനസ് ചെയ്യുക. അപ്പോൾ ഇതിൽ നമുക്ക് ഇവിടെ √7 ആണ് വരേണ്ടത് അല്ലേ? √7 ആണെങ്കിൽ നമ്മൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് ഓഡ് നമ്പേഴ്സായിട്ട് 2 പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എങ്ങനെ എഴുതാം? ഒരു സൈഡ് 4 ആയിരിക്കും, ഒരു സൈഡ് എന്തായിരിക്കും? 3 ആയിരിക്കും അല്ലേ? അപ്പോൾ നമുക്ക് ഒരു റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്ത് അതിൽ ഒരു സൈഡ്, അതായത് വലിയ വശമാണ് നമ്മൾ മൈനസ് അല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു വശം എന്തായാലും ഹൈപ്പോട്ടന്യൂസ് ആയിരിക്കും വലിയ നമ്പർ വരുന്നത്. അപ്പോൾ ഇവിടെ 4ഉം വരും. ഇതിലേതെങ്കിലും ഒരു വശം നമുക്ക് എന്തായിട്ട് എടുക്കാം? 3 ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര കിട്ടും? √7 ആയിരിക്കും കിട്ടുന്നത്. ഇവിടെ എത്ര കിട്ടുന്നത്? √7. കാരണം 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എത്രയാ? 7 ആണ് അല്ലേ? അതായത് √7ൻ്റെ സ്ക്വയർ ആണ്. എങ്ങനെയാണ് വരയ്ക്കുന്നത്? ഇവിടെ 3 സെൻറ്റിമീറ്റർ, ഇവിടെ 3 സെൻറ്റിമീറ്റർ ബേസ് ആക്കി എടുക്കാം. 3 സെൻറ്റിമീറ്റർ ബേസ് ആക്കി എടുത്തു. പിന്നെ നമുക്കിവിടെ 90 ഡിഗ്രി എടുത്ത്, റൈറ്റ് ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ 90 ഡിഗ്രി എടുത്ത് ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരയ്ക്കാം. ഇനി ഇവിടെ എത്രയാ? 4 സെൻറ്റിമീറ്റർ അല്ലേ? അപ്പോൾ കോമ്പസിൽ 4 സെൻറ്റിമീറ്റർ മെഷർ ചെയ്തതിന് ശേഷം ഇവിടെ നിന്ന് നമുക്കൊരു ആർക്ക് കട്ട് ചെയ്താൽ നമുക്ക് റൈറ്റ് ട്രയാങ്കിൾ കിട്ടും അല്ലേ? അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ എത്രയാവുന്നു? √7. ഇനി ഈ മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള √7 വെച്ചുള്ള സ്ക്വയറാണ് വരയ്ക്കേണ്ടത്. അതിന് നമുക്ക് ഈ ഒരു സൈഡ് നമുക്ക് അങ്ങ് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം.
ഇനി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം ഈ എല്ലാ സൈഡും √7 അല്ലേ, അപ്പോൾ ഈ ഒരു വാല്യൂ നമ്മളിതാ കോമ്പസിൽ അളന്നതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക, ഇവിടെ നിന്ന് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള √7 ഏരിയയുള്ള സ്ക്വയർ ഇവിടെ നമുക്ക് കിട്ടുന്നതായിരിക്കും. 1 സ്ക്വയർ സെൻറ്റിമീറ്റർ ഏരിയയുള്ള സ്ക്വയർ വരയ്ക്കാനാണ്. അപ്പോൾ എന്താ രണ്ട് പെർഫെക്റ്റ് സ്ക്വയറുകളുടെ ഡിഫറൻസ് ആയിട്ട് എടുക്കുമ്പോൾ ജനറൽ ഫോം എന്താ 2n-1 അല്ലേ. അപ്പോൾ 2n-1 നമുക്ക് 11 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 2n = 11 + 1 = 12, n = 12/2 = 6. അതായത് n വാല്യൂ 6 എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് 11 എങ്ങനെ എഴുതാൻ പറ്റും? n 6 അല്ലേ. അപ്പോൾ 6 സ്ക്വയർ 6ൽ നിന്ന് മൈനസ് ചെയ്ത് എത്രയാണ്? 5. 6 സ്ക്വയർ - 5 സ്ക്വയർ നമുക്ക് എങ്ങനെ എഴുതാം? 11 എഴുതാം. അപ്പോൾ ഞാനൊന്ന് റഫായിട്ട് പറഞ്ഞുതരാം. നേരത്തേതുപോലെ തന്നെ റൈറ്റ് ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. വലിയ സൈഡിന് 6 കൊടുക്കുക, ചെറിയ സൈഡിന് എന്ത് കൊടുക്കുക? 5 എന്ന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത ഓൾട്ടിറ്റ്യൂഡ് നമുക്ക് എത്രയെന്ന് കിട്ടും? √11 ആയിട്ട് കിട്ടും. വരയ്ക്കേണ്ടത് ബേസ് 5 സെൻറ്റിമീറ്റർ എടുക്കുക. ബേസ് 5 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് തന്നെ 90 ഡിഗ്രി എടുത്ത് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. സ്ട്രെയിറ്റ് ലൈൻ വരച്ചതിന് ശേഷം നീട്ടി വരയ്ക്കുക. ഇനി അടുത്തത് കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുക്കുക. കോമ്പസിൽ 6 സെൻറ്റിമീറ്റർ എടുത്തതിന് ശേഷം ഈ എൻഡിൽ വെച്ച് ആർക്ക് കട്ട് ചെയ്ത് ട്രയാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. നമുക്ക് വേണ്ട √11 ആയിട്ട് √11 ആണ് ഒരു സൈഡ് വരേണ്ടത്. സ്ക്വയറിൻ്റെ ഏരിയ 11ഉം ഒരു സൈഡ് എത്രയായിരിക്കും? √11 ആയിരിക്കും അല്ലേ. അപ്പോൾ ഒന്ന് നീട്ടി വരച്ചു കൊടുത്തതിന് ശേഷം ഈ അളവ് കോമ്പസിൽ ഈ അളവെടുത്തതിന് ശേഷം ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. അവിടെ നിന്ന് മുകളിലേക്ക് ആർക്ക് കട്ട് ചെയ്യുക. അപ്പോൾ 4 സൈഡുകൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഈ സ്ക്വയറിൻ്റെ ഏരിയ എത്രയായിരിക്കും? 11 സ്ക്വയർ സെൻറ്റിമീറ്റർ ആയിരിക്കും. അതായത് ഒരു സൈഡ് എത്രയാണ്? ഒരു സൈഡ് √11 ആയിരിക്കും. ഇതിൻ്റെ സ്ക്വയറിൻ്റെ എല്ലാ സൈഡും ഓൾ സൈഡ്സ് എത്രയാണ്? √11 അല്ലേ. ഏരിയ എത്രയാണ്? 11 ആയിരിക്കും. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ഇൻ ദ പിക്ചർ? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് എത്രയാണ്? ഒരു വശത്തിൻ്റെ നീളമോ? ചിത്രത്തിലെ സമചതുരത്തിൻ്റെ പരപ്പളവ് കണ്ടുപിടിക്കുകയാണ് വേണ്ടത്. അതിന് നമുക്ക് ഒരു വശം കണ്ടുപിടിക്കേണ്ടതായുണ്ട്. BCDE എന്ന് പേര് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നോക്കിയാൽ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസും ഹൈപ്പോട്ടനസും ഉണ്ട്. എന്താ? ഓൾട്ടിറ്റ്യൂഡാണ് ഇല്ലാതെ. ഇവിടെ BE² = AE² - AB² എന്ന് എഴുതാൻ കഴിയും. അതെ, ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ഓൾട്ടിറ്റ്യൂഡാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ AE² എന്ന് പറയുമ്പോൾ എത്രയാണ്? 3.5 സ്ക്വയർ മൈനസ് 1.5ൻ്റെ സ്ക്വയർ. 3.5ൻ്റെ സ്ക്വയർ എത്രയാണ്? 12.25 മൈനസ് 2.25 മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 10 എന്ന് കിട്ടും. ഇത് BE² എത്രയാണ്? BE² 10 ആണ്. BE² 10 ആണെങ്കിൽ BE എത്രയാ? √10. ഇതാ √10 ആണ് അല്ലേ. BE √10. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഏരിയ ഓഫ് ദ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് ഒരു സൈഡിൻ്റെ സ്ക്വയർ ആണ്, സൈഡ് സ്ക്വയർ ആണ്. ഒരു സൈഡ് ഇപ്പോൾ ഇവിടെ √10 ആണെങ്കിൽ എല്ലായിടവും അത് തന്നെയാണ്, √10 തന്നെയല്ലേ. അപ്പോൾ √10ൻ്റെ സ്ക്വയർ എത്രയാണ്? സൈഡ് സ്ക്വയർ. √10ൻ്റെ സ്ക്വയർ എത്രയാണ്? 10. √10ൻ്റെ സ്ക്വയർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ. ദെൻ one side എത്രയാണ്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് വൺ സൈഡ്? ലെങ്ത് ഓഫ് വൺ സൈഡ് എത്രയാണ്? വൺ സൈഡ് ഈക്വൽസ് √10 സെൻറ്റിമീറ്റർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് ദ ഏരിയ ഓഫ് ദ സ്ക്വയർ ആൻഡ് ദ ലെങ്ത് ഓഫ് ഇറ്റ്സ് സൈഡ്സ് ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ. ചുവടെയുള്ള ഓരോ ചിത്രത്തിലെയും സമചതുരത്തിൻ്റെ പരപ്പളവും വശങ്ങളുടെ നീളവും കണക്കാക്കുക. ഇവിടെയും ഫിഗർ നോക്കിയാൽ അറിയാം, ഇത് റൈറ്റ് ട്രയാങ്കിൾ. ഫസ്റ്റ് തന്നിരിക്കുന്ന ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. നമുക്ക് പേര് കൊടുത്തു കഴിഞ്ഞാൽ ABC എന്ന് കൊടുത്താൽ BC² എന്ന് പറയുന്നത് എന്താണ്? BC² എന്ന് പറഞ്ഞാൽ വലിയ വശമാണ്, അതിൻ്റെ ഹൈപ്പോട്ടനീസ് ആണ്. BC² കണ്ടുപിടിക്കുന്നത് AB² + AC², ദാറ്റ് ഈസ് 1² + 1² ആണ്. 1² + 1² 1 + 1 എത്രയാണ്? 2 ആണ്. BC² 2 ആണെങ്കിൽ BC എത്രയാണ്? √2. ഇവിടെ എത്രയെന്ന് കിട്ടി? √2. അടുത്ത ട്രയാങ്കിളായിട്ട് ഇവിടെ ആംഗിൾ B ഇവിടെ 90 ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഇത് ഒരു റൈറ്റ് ട്രയാങ്കിൾ ആണ്. അവിടെയും ഹൈപ്പോട്ടനീസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. CD² ആണ്. CD² എന്ന് പറയുന്നത് അവിടുത്തെ ബേസ് 1 ആണ്, അവിടുത്തെ
ഓൾട്ടിറ്റ്യൂഡ് എന്ന് പറയുന്നത് റൂട്ട് 2 ആണ്. അപ്പോൾ 1 സ്ക്വയർ പ്ലസ് റൂട്ട് 2വിൻ്റെ സ്ക്വയർ. 1 സ്ക്വയർ 1, റൂട്ട് 2വിൻ്റെ സ്ക്വയർ 2 ഈക്വൽസ് 3 ആണ്. സി ഡി സ്ക്വയർ 3 ആണെങ്കിൽ സി ഡി എത്രയാണ്? റൂട്ട് 3 ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3. ഈ റൂട്ട് 3 എന്ന് പറയുന്നത് സ്ക്വയറിൻ്റെ ഒരു സൈഡും കൂടിയാണല്ലേ. അപ്പോൾ ഇവിടെ എല്ലാം നമുക്ക് എന്ത് കിട്ടും? റൂട്ട് 3 എന്ന് തന്നെ കിട്ടും. സ്ക്വയറിൻ്റെ സൈഡ്സ് ഇവിടെ ഈ എഫ് എന്ന് കൊടുക്കുകയാണെങ്കിൽ സ്ക്വയറിൻ്റെ സൈഡുകളെല്ലാം എന്ത് കിട്ടും? റൂട്ട് 3 എന്ന് കിട്ടും. ഏരിയ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഏരിയ എന്ന് പറയുന്നത് സൈഡിൻ്റെ സ്ക്വയർ അല്ലേ. ഒരു സൈഡ് റൂട്ട് 3 ആണെങ്കിൽ റൂട്ട് 3യുടെ സ്ക്വയറായ 3 മീറ്റർ സ്ക്വയർ ആയിരിക്കും ഈ സ്ക്വയറിൻ്റെ ഏരിയ. അടുത്ത പ്രോബ്ലത്തിൽ ഇവിടെ നമുക്ക് നോക്കിയാൽ 3 റൈറ്റ് ട്രയാങ്കിൾ കാണാം. ഇവിടെ നമ്മൾ തൊട്ട് മുമ്പത്തെ പ്രോബ്ലത്തിൽ 2 റൈറ്റ് ട്രയാങ്കിൾ ആയിരുന്നു. അപ്പോൾ ഇവിടെ 1 ആണെങ്കിൽ ഇവിടെ നേരത്തെ എത്ര കിട്ടിയ? റൂട്ട് 2 അല്ലേ. ഇവിടെ എത്രയായിരുന്നു? റൂട്ട് 3. അങ്ങനെയാണെങ്കിൽ ഇവിടെ എത്ര വരും? റൂട്ട് 4. അപ്പോൾ എല്ലാ സൈഡും എത്ര കിട്ടും? റൂട്ട് 4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടുത്തെ സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? റൂട്ട് 4ൻ്റെ സ്ക്വയറാണ്. റൂട്ട് 4ൻ്റെ സ്ക്വയർ എത്രയാണ്? 4 മീറ്റർ സ്ക്വയർ. അടുത്ത ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് ഇവിടെ 4 റൈറ്റ് ട്രയാങ്കിൾസ് കാണാം. അപ്പോൾ ഇവിടെ റൂട്ട് 2, ഇവിടെ റൂട്ട് 3 കിട്ടുന്നു, ഇവിടെ റൂട്ട് 4 കിട്ടുന്നു, ഇവിടെ എത്രയാണ്? റൂട്ട് 5. അതായത് സ്ക്വയറുകളുടെ സൈഡെല്ലാം എത്രയെന്ന് കിട്ടുന്നു? റൂട്ട് 5 എന്ന് കിട്ടുന്നു. അപ്പോൾ ഏരിയ എത്രയാണ്? ഏരിയ റൂട്ട് 5ൻ്റെ സ്ക്വയർ എത്രയാണ്? 5 മീറ്റർ സ്ക്വയർ. അടുത്ത ചോദ്യം, ഫൈൻഡ് 3 ഫ്രാക്ഷൻസ് ഗ്രേറ്റർ ദാൻ റൂട്ട് 2 ആൻഡ് ലെസ് ദാൻ റൂട്ട് 3. റൂട്ട് 2വിനേക്കാൾ വലുതും റൂട്ട് 3യേക്കാൾ ചെറുതുമായ 3 ഭിന്നസംഖ്യകൾ കണ്ടുപിടിക്കുക. നമുക്കറിയാമല്ലോ റൂട്ട് 2വിൻ്റെ വാല്യൂ എത്രയാണ്? 1.41. റൂട്ട് 3യുടെ വാല്യൂ ആണെങ്കിലോ 1.73. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഈ റൂട്ട് 2വിനേക്കാൾ കൂടുതലും റൂട്ട് 3യേക്കാൾ കുറവായിട്ടുള്ള രണ്ട് ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ്. അതായത് 1.41നും 1.73ക്കും ഇടയിലുള്ള ഫ്രാക്ഷൻസാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് 1.41നും 1.73ക്കും ഇടയിലുള്ള ഡെസിമൽ നമ്പേഴ്സ് ഏതൊക്കെയാകാം? 1.4ന് ശേഷം വരുന്നതാണ് 1.5, 1.52 എഴുതാം, 1.6 എഴുതാം. ഇനി എത്ര വേണമെങ്കിലും എഴുതാം. നമുക്ക് നമ്മുടെ അടുത്ത് 3 ഫ്രാക്ഷൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. ഈ ഡെസിമലിനെ എങ്ങനെയാണ് ഫ്രാക്ഷൻ ആക്കാം? പോയിന്റ് കഴിഞ്ഞ് ഒരു പ്ലേസ് ആകുമ്പോൾ ഇതിനെ 15/10 എന്ന് എഴുതാം, ഇതിനെ 152 ഡിവൈഡഡ് ബൈ 100 എന്ന് എഴുതാം, ഇതിനെ 16 ഡിവൈഡഡ് ബൈ എന്തെഴുതാം? 10 എന്ന് എഴുതാം. ഈ 3 ഫ്രാക്ഷൻസും ഏതിന്? റൂട്ട് 2വിൻ്റെയും റൂട്ട് 3യുടെയും ഇടയിൽ കാണുന്ന ഫ്രാക്ഷൻസാണ്.